ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എൻ്റെ കമ്പനിയുടെ പേര് പോലെയാണ്, മാജിക് ഫ്രെയിംസ്. അപ്പോൾ ഒരു മാജിക്കായിട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രഡിക്റ്റ് ചെയ്ത പോലെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ആദ്യം പ്രഡിക്റ്റ് ചെയ്ത് SSLC പരീക്ഷയ്ക്ക് ഒരു ഫസ്റ്റ് ക്ലാസ്സോ സെക്കൻഡ് ക്ലാസ്സോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. പക്ഷേ അതെനിക്ക് ജസ്റ്റ് പാസ് മാർക്കേ ഉള്ളൂ. അപ്പോൾ അന്ന് പോലെ തന്നെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാനായിട്ട് അപ്പോഴൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ സിനിമാ ഫീൽഡിൽ വന്നപ്പോൾ തന്നെ ഞാൻ അറിയാതെ തന്നെ എങ്ങോട്ടോ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെയും ഞാൻ നടത്തുന്ന മാജിക് ഫ്രെയിം സിനിമാസിൻ്റെ 36ാമത്തെ തിയേറ്റർ ഇന്നലെ ഇനാഗ്രേഷൻ നടന്നു. അപ്പം ഈ മാസം തന്നെ വീണ്ടും ഒരു 4 തിയേറ്ററൂടെ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറമായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. ഒരുപാട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ നടന്ന ഫോൺ വരുന്നത് ലൗഡ് സ്പീക്കറിലിട്ട് എല്ലാവരെയും ഞാൻ കേൾപ്പിക്കാം. സ്കൂൾ മീൻസ് ഒരു കോളേജിൽ പഠിച്ച സമയത്ത്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ ഈ സിനിമാ നടന്മാരെ കൊണ്ടിട്ടായിരുന്നു ഒന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ അന്ന് മുതലൊക്കെ അവരോടുള്ള ഒരു ആരാധനയാണ് എന്നെ ഈ സിനിമയിൽ ഇവിടെ എത്തിച്ചത്. അപ്പോൾ എന്നെ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ എന്നെ സിനിമ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ലേശ അഹങ്കാരത്തോടു കൂടി തന്നെ എനിക്കിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നീട് പൃഥ്വിരാജ് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാനായിട്ട് ഇവൻ പറ്റുന്നു. ഇപ്പൊ കുഞ്ചാക്കോ ബോബനായിട്ട് പാർട്ട്ണറായിട്ട് സിനിമ എടുക്കാൻ പറ്റുന്നു. കോമഡി മാത്രം സിനിമകൾ പറഞ്ഞുകൊണ്ടിട്ടിരുന്ന സുരാജുമായിട്ട് ലാസ്റ്റ് സിനിമ ED എടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് വളരെയധികം സന്തോഷമാണ്. എനിവേ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും സുരാജ് വിളിച്ചിട്ടും അല്ല നമ്മുടെ കൂടെയുള്ളവരൊക്കെ വിളിച്ചിട്ട് വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും വളരെയധികം മാജിക് ഫ്രെയിംസിന്റെ ബാനറിലും വിലാസിനി സിനിമാസിന്റെ ബാനറിലുള്ള നന്ദി ആദ്യം സന്തോഷം ആദ്യം അറിയിക്കുകയാണ്. ED എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസുള്ള സന്തോഷ് മുഖാന്തരമാണ് ആദ്യമായിട്ട് ഇതിലേക്ക് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കഥയെല്ലാം കേൾക്കുന്നത്. അങ്ങനെ അമീർ കഴിഞ്ഞ പടം അമീറിന്റെ ശരിക്കും വർക്കൗട്ട് ആയില്ല. കുറച്ച് പ്രതീക്ഷ അത്രയും വർക്കൗട്ട് ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും വർക്കൗട്ട് ആണെന്നൊക്കെ പ്രതീക്ഷ അമീർ ഒരു ന്യൂമറോളജി പ്രകാരമൊക്കെ ഒരു എയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ പടത്തിൽ ഒരേ കുറവായിരുന്നു. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഓടും എന്നുള്ളതാണ് ഒരേയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ AA-ലാണ് ഈ സിനിമ തുടങ്ങുന്നത്. അപ്പൊ ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. വളരെയധികം സന്തോഷം. ഈ സിനിമ സുരാജേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, സുരാജ് വെഞ്ഞാറമൂട് എന്ന വ്യക്തിയുടെ അപ്പം അദ്ദേഹം ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ ദ ബെസ്റ്റ് സിനിമയായി മാറി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സുധീറേട്ടനായിക്കോട്ടെ, സുധീറേട്ടൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഈ സിനിമയിൽ ചെയ്ത ക്യാരക്ടറൊക്കെ അതിഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയിലുള്ള പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരും അതിഗംഭീരമായിട്ട്. സുധീറേട്ടൻ ചുമ്മാ തമാശ പറഞ്ഞിട്ടോ, അടുത്ത പ്രാവശ്യം ചുമ്മാ ശമ്പളം കൂട്ടി പറയുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് വളരെ അധികം നന്നായിട്ട് എല്ലാവരും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സിനിമ നമ്മൾ അറിയാലോ, എല്ലാ സിനിമകളും നമുക്ക് ബിസിനസ് ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഈ സിനിമ കാട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ ഞാനിങ്ങനെ സെലക്ട് ചെയ്താൽ മതി ആർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയ്ക്കും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമയല്ല, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയില്ല. അത് ഒരു നിർമ്മാതാവിന് അനുഭവയോഗം കൂടെ വേണം, എന്നാലേ ഉള്ളൂ ആ സിനിമയുടെ ആ ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ പൈസ കിട്ടി എന്നുള്ള ധാരണയിലാണ് സുരാജിന്റെ പ്രൊഡ്യൂസർ ബൈ സുരാജ് എന്നോട് കൂട്ടി ശമ്പളം മാത്രം വരാം, പുള്ളിക്ക് കുറച്ചുകൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളിയും പാർട്ട്ണറായിട്ട് കൂടിയൊക്കെ വേണം, മുഴുവൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. എനിവേ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിയോ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും 1-2 കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ ആൻസർ പറയാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവയ്പ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ബാനർ വന്നു.
ഞാനും ലിസ്റ്റൻ ചീഫ് ആൻഡ് മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമിർ വന്ന് ഇതിൻ്റെ കഥയും കഥാപാത്രത്തെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തും നമ്മുടെ പല വീടുകളിലുമൊക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം തന്നെ ചോദിച്ചു, അവരെ ഇതിൻ്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇല്ല. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, ഓക്കെ ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ ചീഫിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷ് ഏട്ടനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കഥ കേട്ടോ, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാനും കൂടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സ്റ്റീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറയാം അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ബെസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം പാക്കപ്പ് ഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ലെന്ന്. കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ല ശമ്പളമായിട്ട് ചോദിച്ചു തരില്ലല്ലോ. പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റൂല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. അതിൽ 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെന്താ, 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഇതെല്ലാവരും പറഞ്ഞൊരു സൈക്കോ അല്ല, ഡാർക്ക് ഹ്യൂമറാണ്. എന്തായാലും വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോമഡിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കുറേ കാലമായിട്ട് ഞാനും ആഗ്രഹിക്കുകയാണ്. കോമഡി നല്ലൊരു കഥാപാത്രം ഇല്ലെങ്കിൽ കഥ കിട്ടണമെന്നൊക്കെ എല്ലാവരെ പോലും ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മുടെയിലൊക്കെ വരുന്നതിന് പരിധിയുണ്ടല്ലോ. ബാക്കി നല്ല കോമഡി എല്ലാം ബീച്ചേട്ടനും നല്ല എല്ലാം ടൊവിനോ എല്ലാവരും കൂടെ കൊണ്ടുപോകാൻ കിട്ടുന്നതിൽ ദി ബെസ്റ്റ് ആണെന്ന് തോന്നി. അത് രസകരമായി വന്നിട്ടുണ്ട്. ഒരുപാട് ഹ്യൂമർ നിറഞ്ഞ സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ലിസ്റ്റൻ പറഞ്ഞതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമാണ് കഥയും. കണക്ക് വയ്ക്കണം, അത് തന്നെ. കണക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ലിസ്ണിങ്ങൾ കയറുമ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു എന്തെങ്കിലും ഒന്ന് താമെന്നുള്ളത്. കാരണം ആയിഷ അവിടെ വർക്കായില്ല. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് മൂപ്പരായതുകൊണ്ട് കൃത്യമായ കണക്കുള്ളതൊന്നും അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനും പറ്റില്ല. അപ്പൊ എനിക്ക് ഈ റിലീസിന്റെ സമയത്ത് കുറച്ചുകൂടിയൊക്കെ പ്രൊമോഷൻ ആവായിരുന്നു. കുറച്ചൊക്കെ ഓഡിയനെ എന്ന് പറയുമ്പോൾ ഞാൻ ഹാരിസ്കരെ പുറപ്പെടാം, അത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് ആദ്യ സിനിമ ചെയ്യുന്ന ഒരു സംവിധായകന്റെ എന്താ പറയാ ടെൻഷൻ പുറത്തൊക്കെയാണ്. നന്നായിട്ട് അന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നു. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ഏതായാലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് പ്രൊമോഷൻ പരിപാടികളിൽ എനിക്ക് ആദ്യം നിലവിലില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവുകയും ഇല്ല എന്നുള്ള ഉറപ്പ് ഉണ്ട്. അപ്പോ പിന്നെ ഈ പേര് അതുകൂടി പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. പേര് 2 ഒന്ന് എനിക്ക് ഈ ന്യൂമറിക്കൽ പരിപാടിനെ കുറിച്ച് സത്യത്തിൽ അമീർ എന്ന് വിളി കേട്ട് പഠിച്ചിട്ടാണ്. എന്നാ പിന്നെ വായിച്ചിട്ടെങ്കിലും ആമിർ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ പിന്നെയും അമീർ എന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടാണ് ആമിർ എന്ന് 2 ആക്കി. ഇനിയിപ്പോ എങ്ങാനും ഭാഗ്യം വന്നാൽ അതൊരു ബോണസായി കൂട്ടാം എന്നേ ഉള്ളൂ. അപ്പോ ഈ ഒരു സിനിമ സത്യത്തിൽ ഞാൻ ആദ്യം ഈ കഥ പറയുന്നത് എന്റെ സിനിമയുടെ എല്ലാ കഥകളും ഒരുപാട് സിനിമയും ചെയ്തു, ഒറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കഥകൾ ഒരുപാട് കയ്യിലുണ്ടാവുമ്പോൾ ആദ്യം ഷെയർ ചെയ്യുക ഹാരിസ് കെയുടെ അടുത്താണ്. അപ്പൊ ഹാരിസ് കെയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഹാരിസ്ക അങ്ങനെ ഉണ്ടല്ലേ, ഓക്കെ എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഓക്കെ
വാരിസിന്റെ സ്വഭാവം പെട്ടെന്ന് അങ്ങനെ എടുക്കൂല, ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ചുറ്റിപ്പറ്റി കുറെ തന്നു. അപ്പൊ അതിന്റെ ഇടയിൽ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, സുരാജ് ചേട്ടനെ വെച്ചിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ സന്തോഷം ഒന്ന് വിളിച്ചു നോക്കട്ടെ പറഞ്ഞു. എങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സന്തോഷമായിട്ട് വിളിച്ചു. പക്ഷെ ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ ആയിഷ ചെയ്ത ഡയറക്ടറാണ്, ഇങ്ങനെ ഒരു സൈക്കോ സ്വഭാവത്തിലുള്ള നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. സുരാജിനെ വെച്ച് നമുക്ക് പിടിച്ചു. പിന്നെ നമുക്ക് പിടിക്കാം ഉറപ്പായിട്ടും, എവിടെയുള്ള ഹാരിസ്ക എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഹാരിസ്ക മറ്റ് പ്രൊഡക്ഷൻ പരിപാടികളിലേക്ക് പോവുകയും സന്തോഷേട്ടൻ അത് ലിസ്റ്റിന്റെ അടുത്തേക്ക് എത്തിക്കുകയും സുരാജേട്ടൻ ഈ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്കിത് ചെയ്യാം എന്ന് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോ സിനിമ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരിക്കലും എന്റെയോ അല്ലെങ്കിൽ ആരുടെയോ അല്ല, അങ്കിതിന്റെയാണ്. ശരിക്കും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഒരു 3 മാസം 100-ലധികം ദിവസം മ്യൂസിക്കിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എല്ലാ എഫേർട്ടും അങ്കിത് ടീം എടുത്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അങ്കിത് മേനോൻ മ്യൂസിക്, എനിക്ക് തോന്നുന്നു അങ്കിതിന്റെ എല്ലാ ജയജയാണെങ്കിലും ഗുരുവായൂരാണെങ്കിലും വാഴയാണെങ്കിലും അങ്ങനെ അങ്കിത് വെച്ചിട്ടുള്ള സിനിമകളിൽ എനിക്ക് തന്നെ ഫേവറേറ്റിൽ ഒരുപാട് ട്രാക്ക് ഉണ്ട്. അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും സോങ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിലുള്ള സിനിമയാണ്. സുരാജേട്ടന് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സുരാജേട്ടന്റെ ഏറ്റവും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. സുരാജേട്ടനും ഞാൻ തമ്മിൽ പലപ്പോഴും ഷൂട്ടിനിടയിൽ തന്നെ ജഗട പരിപാടികളിലൂടെ പോയി ഏറ്റവും നല്ല ഔട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ സിനിമ. സ്വാഭാവികമായിട്ട് എല്ലാ സിനിമകൾക്കും ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഈ കഥ ആഷിഫ് ക കൂടി ഈ പറഞ്ഞ പോലെ ആയിഷ എന്ന സിനിമയുടെ റൈറ്ററാണ് ആഷിഫ് ക. അപ്പോ ആഷിഫ്ക്കാണ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോ ഇത് കൊള്ളാം എന്ന് എനിക്ക് തോന്നുകയും എനിക്ക് തോന്നുന്നില്ല മറ്റേതെങ്കിലും എനിക്കങ്ങനെ മറ്റു നടന്മാരെ ഇതാക്കി പറയുന്നതല്ല, മറിച്ച് ഇങ്ങനെ ഒരു കഥ ഈ സിനിമയുടെ കഥ പറയുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കഥ പറഞ്ഞു പോയി ആ കഥ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സുരാജേട്ടൻ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രൊജക്ട് ഞാൻ അന്ന് ഡ്രോപ്പ് ചെയ്ത് പോയതിനെ സുരാജേട്ടൻ ഓക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് സിനിമ 1-2 ആൾക്കാരൊക്കെ കണ്ട ആൾക്കാരും ഒക്കെ നല്ല രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. എന്നോട് സന്തോഷമായിട്ട് കയറുമ്പോൾ തന്നെ പറഞ്ഞത് മൈക്ക് കിട്ടിയാൽ അങ്ങനെ കുറച്ച് സംസാരിച്ചാൽ മതി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും കൂടെ എത്തിച്ചാൽ എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് ഗുരുതുല്യരായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടുള്ള അവരുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് വിജയൻ സാർ, അതുപോലെ സിബി സാർ, അതുപോലെ ടോയ്ചേട്ടൻ, ബിചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചടങ്ങിലേക്ക് വന്നതിന് അധികമായ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു സിനിമ ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന ലിസി സാറിന്, അതുപോലെ തന്നെ സുരാജേട്ടൻ, മറ്റ് ഗ്രേസ് ഉൾപ്പെടെയുള്ള സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാ അഭിനേതാക്കൾക്കും എല്ലാവർക്കും അധികമായി പറഞ്ഞുകൊണ്ട് ഇന്ന് അങ്കിൾ യുടെ താങ്ക് യു. ആ ക്യാരക്ടറിലേക്ക് സുരാജേട്ടനെ തന്നെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ? സുരാജേട്ടൻ ബേസിക്കലി ഒരു സൈക്കോ ആണ്. അപ്പൊ പിന്നെ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അങ്ങനെയല്ല, സുരാജേട്ടൻ എന്നുള്ള ആക്ടർ നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ തുടർച്ചയായി ഫണ്ട് ചെയ്യും. ഫണ്ട് ചെയ്തിട്ട് നമ്മളെ മുഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം. അമ്പിളിച്ചേട്ടനൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ ശ്രേണിയിലേക്ക് നമുക്ക് മലയാള സിനിമയിൽ ഇപ്പോൾ പുതിയതെന്ന് പറയുന്നില്ല, കഴിഞ്ഞൊരു 10-24 വർഷത്തോളമായി സുരാജേട്ടൻ വന്നത്. പക്ഷെ അതിലെ ഒരു വലിയ മഹാഭൂരിപക്ഷം സിനിമകളിൽ സുരാജേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് കോമഡി റോളുകൾ തന്നെയാണ്. ഒരു ആക്ഷൻ ഹീറോ ബിജു എന്നുള്ള സിനിമയിൽ വന്നിട്ട് ചെറിയ ഒരു പരിപാടിയിൽ സുരാജേട്ടൻ നമ്മളെ ഞെട്ടിച്ചു. ആ ഞെട്ടിക്കലാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഞെട്ടലുകൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ 2 രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യത്യസ്തമായ രീതികളിൽ അങ്ങനെ വെർസറ്റൈൽ ആയിട്ട് ക്യാരക്ടേഴ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നടൻ എന്ന അർത്ഥത്തിൽ. പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നതും ഇതിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് സുരാജേട്ടനെ പോലത്തെ ഒരാൾ വരികയാണെങ്കിലാണ് അത് ഏറ്റവും ആപ്റ്റ് ആവുക. അപ്പൊ അതാണ് സുരാജേട്ടനിലേക്ക് എത്തിയത്. അപ്പൊ ഇതിൽ നിന്ന് ചെയ്തതൊക്കെ അതിൽ നിന്നും വീണ്ടും വ്യത്യസ്തമായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് സുരാജേട്ടൻ അവരിലേക്ക് എത്തുകയാണ്. താങ്ക്സ് എ ലോട്ട്. ആൻഡ് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് December 20 വേണ്ടിയിട്ടാണ്. എനിക്ക് ഒരു കാര്യം കൂടി തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ? കാരണം ചിലർ ടീമല്ല, വലിയ വലിയ ടീംസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു നല്ല കയ്യിൽ കൊടുത്ത് ചില്ലറ ടീംസ് ഇല്ലാത്ത എല്ലാ ടീംസും. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗുഡ് ഈവനിംഗ് ഫോർ December 20th. യെസ്, നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ക്രിസ്മസിന് ഒരുപാട് വലിയ പടങ്ങളുടെ കൂടെയാണ് ഞങ്ങളുടെ ഈ സിനിമയിൽ വരുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ധൈര്യം പകർന്നത്. ഒന്ന്, സുരാജേട്ടൻ്റെ ബാനറും പിന്നീട് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ബ്രാൻഡ് നെയിമായ മാജിക് ഫ്രെയിംസ് ഡിസിഷൻ ചെയ്തത്. അവരുടെ കൂടെ ചെയ്യുന്നൊരു പടം എന്ന അർത്ഥത്തിലാണ് ക്രിസ്മസിന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഘട്ടത്തെ എനിക്ക് തരണം ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതുപോലെ ഈ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടൊന്നും തിയേറ്ററിൽ ആളെത്തൂല എന്നുള്ളതും, എന്നാൽ മൗത്ത് പബ്ലിസിറ്റിയോട് കൂടിയിട്ട് തിയേറ്ററുകളിൽ എത്തുന്നുള്ള പ്രേക്ഷകരെ ഞങ്ങൾ വല്ലാതെ മാനിക്കുന്നുണ്ട്.
അവരെ നിരാശപ്പെടുത്താത്ത, ഉറപ്പായും ഈ സിനിമ സ്വയം സംസാരിക്കുന്നുള്ള വിശ്വാസത്തിലുമാണ് ഞങ്ങൾ ഇതിൻ്റെ ഇതുവരെയുള്ള മുന്നോട്ടുപോക്കുകൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഡിസംബർ 20 സിനിമ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്ന് അംഗത്തിന്റെ ഡേ ആണ്. എല്ലാവരും പറഞ്ഞ പോലെ പാടാൻ അറിയാത്തതുകൊണ്ട് അതും കയ്യിൽ നിന്ന് പോയി. അമീർക്കയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. അമീർക്ക എനിക്ക് ഹലാൽ ലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട്. ആസിഫ് ഖാനെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞിക്കയുടെ പടത്തിൽ വീണ്ടും അഭിനയിക്കാൻ പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട്, ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ്. സുരാജേട്ടൻ അഴിഞ്ഞാടിയേക്കുന്ന ഒരു പടമാണ്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ്. ആക്ച്വലി ഒരു ഫാമിലി മൂവിയാണ്. ആൻഡ് ലോട്ട്സ് ഓഫ് ഡ്രാമ, ഫൺ എല്ലാം ഉണ്ട്. അപ്പൊ കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തിട്ടുണ്ട്. അതെ അതെ, സമ്മതിക്കുന്നില്ല സുരാജേട്ടൻ. അല്ലാതെ അറിയാം, തൊട്ട് മുന്നേ നാഗേന്ദ്രൻ ഹണിമൂൺ ചെയ്തിരുന്നു. അതിന്റെ ഡയറക്ടർ അവിടെ ഇരിപ്പുണ്ട്. അതില് ഞാൻ അത്യാവശ്യം കുറച്ച് സ്കോർ ചെയ്തപ്പോ സുരാജേട്ടൻ ചെറിയൊരു അസൂയ കിട്ടിയിട്ട് ഇതിനകത്ത് സുരാജേട്ടൻ പകരം വീട്ടി. നല്ലത്. ഞാൻ കുറച്ച് കോൺഷ്യസ് ആവാറുണ്ട്. എന്റെ ഡേ അല്ല, ഐ തിങ്ക് ഇറ്റ്സ് എവറിബഡീസ് ഡേ. ഇത്ര സമയമായിട്ട് എല്ലാവരും വർക്ക് ചെയ്ത് ഫൈനലി ദ പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട് ഓൺ 20th. ആൻഡ് ഐ ഫീൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ. മ്യൂസിക്കിന്റെ കാര്യത്തിലും പറഞ്ഞാലും വി സെഡ് വി ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 3 months. 3 മാസം ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്തത്. ബിക്കോസ് ഫസ്റ്റ് ടൈം നരേഷൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറിയിൽ. സോ വി തോട്ട് കി ഓക്കെ, ലെറ്റ്സ് ഡു സംതിങ് ന്യൂ. എന്തെങ്കിലും വാട്ട് ന്യൂ ക്യാൻ ബി ഫിഗർ ഔട്ട് ബൈ ഡൂയിങ് ഇറ്റ് ഫോർ ദ ഫിലിം. ഹൗ ക്യാൻ വി എൻഹാൻസ് ദ ഹോൾ നറേറ്റീവ് ഓഫ് ദ ഫിലിം. അങ്ങനെ ചിന്തിച്ച് വി തോട്ട് ഓഫ് ഗിവിംഗ് മോർ, പുട്ടിംഗ് മോർ ടൈം ടു ഇറ്റ്. അറിഞ്ഞില്ല 3 മാസമായിരുന്നു. But then I would like to thank first of all Distin Chetan, Santosh Bhai, Magic Films in their first collaboration and then being a part of Vilasini Cinemas in the first production, their music director ആയിട്ട് പാട്ടാവുന്നു. Thank you so much. പിന്നെ I don't know, it's just ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. തീരാൻ പോവാണെന്ന് അറിയാം, അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. But good run. And I would just like to say thanks to my music team because ഞാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ഓക്കെ 3 മാസം വർക്ക് ചെയ്യാം. ബട്ട് these guys have stayed with me throughout and ഓരോന്നായിട്ട് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാവരും പിന്നീട്. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഇൻ ദിസ് ഫിലിം ആൻഡ് യെസ് ഐ ഹോപ്പ് everybody who watches it on 20th likes it. Thank you. We hope so. We have worked hard on it. ബട്ട് ഐ ഡോണ്ട് നോ, ബുക്കിനെ കാട്ടി കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന മ്യൂസിക് പടത്തിന് എൻഹാൻസ് ചെയ്യണം. ഇഫ് ഇറ്റ് വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി അത് പ്ലസ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഐ തിങ്ക് ഫിലിം ഷുഡ് വർക്ക്. മ്യൂസിക് ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്, ചോട്ടാ സാ. ആൻഡ് ദെൻ സോ ഐ റിയലി ഹോപ്പ് ദ ഫിലിം വർക്ക്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ ഇങ്ങനെ ഇത്രയും പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇതിൽ ഭൂരിഭാഗമുള്ളത്. അതവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സ്വരാജേട്ടനും ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മെലിഞ്ഞാന്നാണ് അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജേട്ടൻ പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് തിയേറ്ററിൽ വലിയ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഫംഗ്ഷൻ ആംഗ്യത്തിലും ഈ സിനിമയുടെ എല്ലാ പിന്നണി പ്രവർത്തകർക്കും എൻ്റെ ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം പറയട്ടെ. താങ്ക് യു സോ മച്ച്. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തും നമ്മൾ പല പല ഫാഷനാണ് കേട്ടോ ഓരോന്ന്, അല്ലേ? ഇതിന് എന്തെങ്കിലും പ്രത്യേക കാരണം? ഇപ്പൊ അങ്ങനെയല്ല. ഇന്നിപ്പോ ഞാൻ ഡബിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കൂടി വരവാണ്. ഫാഷന്റെ ഭാഗമായിട്ടല്ല, നാളെ മറയ്ക്കാൻ തുണിയിടുന്നു എന്നുള്ള. എല്ലാവർക്കും നമസ്കാരം. ED എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ടീം എടുത്ത എഫേർട്ട് പ്രേക്ഷകർ മാനിക്കട്ടെ. ഡിസംബർ 20 ഇറങ്ങുമ്പോൾ
ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒരു അഡ്വർടൈസ്മെന്റ് കേട്ടൊരു ഫീൽ അല്ലേ? എനിക്ക് മാത്രമാണോ തോന്നിയത്? ആ ഒരു ഡെപ്തും ആ ഒരു സന്തോഷവും. സോ ഇറ്റ് മീൻസ് എ ലോട്ട്. ബിജുന്റെ ആ ഒരു പ്രസൻസ്. വേറൊന്നും പറയാനുണ്ടെന്ന് തോന്നുന്നു ഇല്ല. ഓക്കെ, സോ എനിവേ നമ്മൾ ഈ ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം. ഒരു നല്ല കൈയടി കൊടുക്കാം for this moment. We are launching the music, the audio launch of Extra Decent. December 20 തിയേറ്ററിൽ എത്തുന്ന Magic from the background of Magic Frames and the Vinasuri Cinemas. Here we have the audio depiction of Extra Decent. For another from Amy. Yes, and thanks a lot everybody. എല്ലാവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴും മലയാളം സിനിമയിലെ മാജിക്കുകൾ കൊണ്ടുവരുന്ന മാജിക് ഫ്രെയിംസും വിലാസ് സിനിമാസും പോലെ ഈ വരുന്ന 20-ാം തീയതി റിലീസ് ചെയ്യുന്ന ശ്രീ ആമിറിന്റെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ റിലീസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഡെലിവറിക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു സമയമാണ്. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. വളരെ ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയുടെ കഥ ആദ്യമേ പറയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയ കഥാപാത്രമാണ്. അതോടൊപ്പം തന്നെ എന്നോട് ഇതിന്റെ പ്രൊഡ്യൂസർ ഒരാളായ ശ്രീ സുരാജ് വിളിച്ചു പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. ഒരു കാരണവശാലും വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷത്തോടെയും അത്രത്തോളം എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റും ഒരു വർക്കുമായിട്ട് ഇത് തോന്നിയൊരു സിനിമയാണ് ഇടി. നമുക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുമായി സാന്നിധ്യം തോന്നാവുന്ന ക്യാരക്ടറാണ് ഇതിനകത്ത് പ്രധാന വേഷം ശ്രീ സുരാജ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2-3 ഡയമെൻഷൻസ് തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലുണ്ട്. അതുപോലെ എനിക്കും എൻ്റെ ക്യാരക്ടറിലുമുണ്ട്. ഗ്രേസിനുണ്ട്, ശ്യാമിനുണ്ട്, വിനീതിനുണ്ട്. എല്ലാവർക്കും നല്ല വിധത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കഥാപാത്രമാണ് ശ്രീ ആസിഫ് എഴുതിയതും ശ്രീ ആമിറിന്റെ നല്ല ഗൈഡൻസോടെ പുറത്തോട്ട് വരാൻ കഴിഞ്ഞത്. എന്തായാലും ഐ വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഇഡി ആൻഡ് താങ്ക് യു ഓൾ ആൻഡ് വി ആർ ഓൾ ഈഗർലി വെയിറ്റിംഗ് ഫോർ December 20th. ബിസിനസ് ചീഫിന് പ്രത്യേകം താങ്ക്സ്. ആൻഡ് ഓൾസോ ഏറ്റവും വലിയ താങ്ക്സ് ശ്രീ ആമിറിനും ശ്രീ സുരാജിനും എന്നാകുന്നു. താങ്ക് യു ഓൾ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവ രാമകൃഷ്ണൻ. എൻ്റെ സ്ഥലം മാഹിയാണ്. ഇപ്പം കുറേ ആയിട്ട് എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. സോ ഞാൻ സിനിമ ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിലെനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സർ ആമിർ സാറിനോടാണ്. സോ ആമിർ സാറാണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജേട്ടൻ ആൻഡ് ലിസ്റ്റിൻ സർ, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് പറയാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സാണ്. എന്നാൽ അവരെ കൂടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. എല്ലാവരും ഈ മൂവി കാണാം. ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവില്ല. ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് മൂവി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രസൻ്റ് ആണിത്. എല്ലാവരും സ്വീകരിക്കുക. താങ്ക് യു. It's more like a hard work getting paid and it's more like നമ്മൾ പറയില്ല മറ്റേ സന്തൂർ മമ്മി ചെറുപ്പം കണ്ട പ്രായം പറയില്ല ആ ഒരു സെറ്റപ്പാണ്. He worked really hard for this. So once again, big round of applause and thanks a lot. എനിക്കും തോന്നി. ഞാൻ സാധാരണ പോലീസെല്ലാം കൊണ്ടാ വേറെ പരിപാടികളൊന്നും വരാറില്ല. അപ്പൊ ഞാനിപ്പോ അടുത്ത് ഡബ് ചെയ്യുമ്പോ നമ്മുടെ കൂടെ വിളിച്ചു. ഏതാ പടത്തിന്റെ പേര് പറഞ്ഞു? പോലീസാ? അല്ല, ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇല്ലാത്ത വേഷങ്ങളില്ല പടത്തില്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വേഷങ്ങൾ വന്നാണെങ്കിൽ ഈ സിനിമയില് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഒരു ഡേറ്റിന്റെ ചെറിയ ക്ലേശം ഉണ്ടായിരുന്നു. അപ്പൊ പോകുന്നു വിചാരിച്ച് ഞാൻ ഭാഗ്യത്തിൽ തിരിച്ചു വന്നു. ഇതെങ്ങനെ പോയെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ. അപ്പൊ താങ്ക് യു എല്ലാവരും കേട്ടോ. ഓക്കെ, ഒരു പ്രത്യേക സംസാര ശൈലിയിലൂടെ നമ്മുടെ മനസ്സിലിടം പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലെ. വലിയൊരു നല്ലൊരു കയ്യടി കൊടുക്കാം. താങ്ക്സ്. ഈ സിനിമ നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. ഓർക്കപ്പുറത്താണ് എനിക്ക് വിളി വന്നത്. ഇവരെ ഞാൻ സന്തോഷത്തോടെ ചെന്നു ആമരനോട് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷം. ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. സുരാജ് സാർ ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതില് ഈ ഏഡിയൻ്റെ ഡയലോഗ് അദ്ദേഹം എനിക്ക് പറഞ്ഞത്. അതായത് ഇത്രയും നമ്മൾ ഇത് പറയല്ലേ, ഇത്രയും നമ്മൾ ഇങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് അഭിനയിക്കാൻ. അപ്പോൾ അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്തു ആക്ടിങ്ങിൽ. അത് എൻ്റെ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതൊരു വലിയ അനുഭവം. നന്ദി സാർ. പിന്നെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇവിടെ ഇപ്പോഴാണ് മനസ്സിലായി. അദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നപ്പോൾ വളരെ നല്ലൊരു അനുഭവം. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഡബിങ്ങിന് ഇപ്പോൾ കണ്ടു. മാത്രമല്ല ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഇത് ഒരു വ്യത്യസ്തമായ കഥയാണ്. അന്ന് ആ കഥയിൽ നല്ല യുക്തിയുണ്ട്. സാറിൻ്റെ ഒക്കെ പറയുന്നത് ഗംഭീരമാണെന്ന് തന്നെ നാടകത്തിലാണെന്ന പരിചയത്തിൽ ഞാൻ പറയാനുണ്ട്. ഗംഭീര പെർഫോമൻസാണ് സുരേഷ് സാർ. എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ നിർബന്ധമായി സ്വീകരിക്കേണ്ട സിനിമ, അല്ലാതെ തള്ളിക്കളയേണ്ട സിനിമയല്ല. എന്തായാലും നല്ല അനുഭവം തന്ന അമർ സാറിന് ഇതിൻ്റെ എല്ലാവർക്കും ഇദ്ദേഹം കരമന സുധീർക്കരവൻ സാർ അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും എല്ലാവരോടും നന്ദി. പിന്നെ ഗ്രേസ് പറഞ്ഞു വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയാണ്, ഞങ്ങൾ കൊച്ചിക്കാരെ അമ്മ വഴി കൊച്ചിയിൽ. അപ്പോൾ അതും അവരൊക്കെ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നു. സിനിമ നന്നാവണം. അടിപൊളി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സഹോദര തുല്യനായ സുരാജ് ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പം അവൻ മിമിക്രിക്കാരനായിരുന്നു പോലും ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്തു നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കൾ എന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നോണ്ട് പറയുന്നില്ല, അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പേരാണ് ED, എക്സ്ട്രാ ഡീസന്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്, മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ. ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടുവെങ്കിൽ അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ അവർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ആശംസ മാത്രം പോലെ ഞങ്ങൾക്ക് ഓഡിയോ ലോഞ്ച് ആണ്. രണ്ടുപേര് പാട്ട് വരത്തില്ല, എന്നാലും അടിപൊളി പാട്ട്. അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് സൈഡ് എന്നുള്ള പരിപാടിയാണത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാനിന്ന് വേണ്ട നോക്കുന്നു. അടുത്ത വേദിയിലേക്ക് ഇതിന്റെ 100ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100ാം ദിവസം എന്റെ മക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യാണ്. താങ്ക്സ് സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇവരുടെ ഒരു ചടങ്ങിൽ എത്തിയതിന്. ലിസ്റ്റിന് എന്നെ വിളിക്കുമ്പോൾ എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നി ക്രിസ്തുമസിന് തന്നെ ഇത് വലിയ സിനിമകളുടെ കൂട്ടത്തിൽ ഇറക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ എനിക്ക് തോന്നി സുരാജിനും ലിസ്റ്റിനും
എന്തോ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹിറ്റ് മണക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം കൊണ്ടൊന്നും വലിയ പടങ്ങളെ നേരെ ഇറക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഇതൊരു ഹിറ്റാകും. ഇതൊരു 100 ദിവസം 75 ദിവസമെങ്കിലും ഓടുമെന്ന് ഞാൻ സുരാജിനും ലിസ്റ്റിനും വാർത്ത വരികയാണ്. കാരണം അതിൻ്റെ കഥയൊക്കെ ഞാനും കേട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ട്രാഫിക് എന്ന സിനിമ തൊട്ട് ഒരു മജീഷ്യനായിട്ട് തന്നെ മലയാളത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ലിസ്റ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ ഇതുപോലെ സിനിമകൾ ചെയ്യുക. സുരാജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, ഒരു 25 വർഷം മുമ്പ് എന്നെ വീട്ടിൽ വന്ന് കണ്ടപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ ഒരു മഹാഭാവവും ഒരു ദുഃഖവുമായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. കാരണം അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊരു വലിയൊരു നടനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വീണ്ടും പറയാമായിരുന്നു. എനിക്ക് അന്ന് സാധിച്ചില്ല. സുരാജ് എന്താ പറയുക, ഒരിക്കലും ഒരു കോമഡിയനായിട്ടോ ഒരു സാധാരണ നടനായിട്ടോ അല്ല സുരാജിനെ കാണുന്നത്. ഒരു വലിയ നടൻ. ഇനി ഒത്തിരി വളർച്ച സുരാജിനുണ്ട്, ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ഒരു സക്സസ് ഡേക്ക് വരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രശ്നമൊന്നുമില്ല. സത്യത്തില് 2 പേരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. വേറെ ആരുമില്ല. ഒന്ന് ഞങ്ങളുടെ ലിസൺ സാറ്. ഏകദേശം ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ മാജി ഫിലിംസിൽ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെട്ടപ്പോൾ സാറ് ചോദിച്ചു, സന്തോഷേ നിന്റെ എക്സ്പയറി ഡേറ്റിന്റെ അന്ന് വരെ നിനക്കൂടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാജി ഫിലിംസ് എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിച്ചതും അല്ലെങ്കിൽ ആ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല എന്നുള്ളത് എനിക്ക് കാലക്രമേണ സാറ് തെളിയിച്ചു തന്നത്. നമ്മളെ കുറിച്ചൊരു എന്താ പറയുക, ഒരു വലിയ കുളമാണെങ്കിൽ കുളത്തോട് തള്ളിയിടും, പിന്നെ നമ്മൾ നീന്തി കയറും. അങ്ങനെ ഞങ്ങളെ കുറേ പേരെ സാറിങ്ങനെ തള്ളിയിട്ടുണ്ട് ഞങ്ങളുടെ മാജി ഫിലിംസിലെ സ്റ്റാഫിൽ. അതുകൂടാതെ എനിക്ക് അടുത്തായിട്ട് നന്ദി പറയാനുള്ളത് സുരാജേട്ടനാണ്. സുരാജേട്ടൻ്റെ ആസ് എ ബ്രദർ എന്ന പോലെ പലപ്പോഴും വഴക്ക് പറയും, സന്തോഷമാണ് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കും. അപ്പോൾ ലിസൺ സാറിൻ്റെയും സുരാജേട്ടൻ്റെയും 2 ഡേയ്സിലൂടെയാണ് ഈ സിനിമ നടന്നത്. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി. എന്താ പറയുക, ഇപ്പം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു പോസ്റ്റ് കോവിഡ് ഒരു ബാറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം വലുതും ചെറുതുമായ എല്ലാ സിനിമകൾക്കും ഒരു സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ഈ പറഞ്ഞ ഡിസംബറിൽ വലിയ പടങ്ങൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ലിസ്റ്റും സുരാജ് ഒരു വലിയ റിസ്ക് ആണ്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് അവർ ആ സിനിമയെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ചെറിയ സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ആ തിയേറ്ററിലെത്തുമ്പോൾ പ്രേക്ഷകർ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഈവനിങ് ഇപ്പോൾ ഇവിടെ എത്തി എനിക്ക് വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവരുടെ ഒരുവിധം എല്ലാവരും കൂടെ ഉണ്ട്. സുരാജനാട്ട്, ഗ്രേസ്, നിരഞ്ജന, ഷാലു ചേട്ടൻ, പിഷാരടി ചേട്ടൻ എല്ലാവരും ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെല്ലാവരും കാണാൻ പറ്റി. എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. അപ്പം ഓൾ ദ ബെസ്റ്റ് ഇതിൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിൻ്റെ DOPക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ED എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ അണിയറപ്രവർത്തകർക്കും എല്ലാ നടീനടന്മാർക്കും എല്ലാവിധ ഭാവങ്ങളുടെയും സിനിമ ഒരു വൻ വിജയമാവട്ടെ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറപ്പോഴും ഞാനായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി. സുരാജ് ഒരു സ്ഥലം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ എക്സ്ട്രാ ഡീസൻ്റായി തോന്നാം. അപ്പം ചോദിച്ചു, അതെന്താ ഇത്ര നാൾ നിങ്ങൾ ഡീസൻ്റ്? അല്ലല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് ഒരു പടം ചെയ്യാൻ പോവാണ്, അവിടത്തേക്ക് റേഞ്ച് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സുരാജുമായിട്ട് മായാവി തൊട്ട് ഏതാണ്ട് 2 കൺട്രീസ് വരെ 10-12 സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള സിരാജ് പിന്നീട് നമ്മളിലേക്ക് മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് രാഷ്ട്രീയത്തിലെത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ സുരാജിൻ്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല, വ്യത്യാസമുണ്ട്.
അപ്പോൾ ഈ സിനിമയ്ക്കും ആരോഗ്യത്തിൽ ഉണ്ടാവട്ടെ. നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ 2 പ്രൊഡ്യൂസർമാരും എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. സുരാജിനെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. അതിൽ 2 സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു. അണ്ണൻ തമ്പി, ചട്ടമ്പി നാട്, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുമായിരുന്നു, അണ്ണാ ഞാനില്ലേ എന്ന് ഇരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമൂലം സാമു. അപ്പൊ അങ്ങനെ അഭിനയത്തിന്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരാജ്. സുരാജ് ഇപ്പോൾ നിർമ്മാതാവിന്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഡെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ്. അന്ന് ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നതെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ച ഒരാളാണ് ജസ്റ്റ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് അബദ്ധമായി പോയി. കാരണം ഇത്ര വലിയൊരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തി എന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതായാലും ലെസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടട്ടെ, ഈ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സുരാജൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരാജ് ഒരുപാട് തമാശ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ സുരാജിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് കഥാപാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഭയങ്കരമായി ടൈമിങ്ങുള്ള എല്ലാ രീതിയിൽ തമാശ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ ആക്ഷൻ ബിജുവിനെ അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ കണ്ടു. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും സുരാജിനോട് പറയാറുണ്ട്, നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇളകി ആടാൻ അറിയാവുന്ന ഒരാൾ തമാശ നന്നായി ചെയ്യുന്ന സിനിമകൾ കൂടി ചെയ്യണം. അപ്പോൾ സുരാജ് പറയുന്നത് നമുക്കൊന്നും ചെയ്യാം എന്ന് പറയും. ഈ സിനിമയുടെ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടപ്പോൾ സുരാജ് അങ്ങ് ഇളകി ആടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമായിട്ടുള്ള എൻ്റെ വിഷ്വൽസ് എല്ലാം അങ്ങനെ കാലിബറുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ അവൻ്റെ സിനിമ ആശംസിക്കുന്നു. താങ്ക് യു. നമസ്കാരം. സുരാജും ഞാനും കുറച്ചു മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് കാരണം സുരാജിന് അറിയാം. ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയം. സുരാജ് പണ്ട് കൈരളി ചാനലിൽ എമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞങ്ങൾ മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവാകില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി ശ്രീനിവാസന്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിലും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വൻ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നാദർഷിക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല, എത്തിയിരുന്നു. അതെ, പറഞ്ഞതേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്നെത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്ക് മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിന് ഉണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ
ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലം തൊട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. ഒന്നുമില്ല, ഒരു ഓൺലൈൻ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാജിക് ഫ്രെയിംസ് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം പ്രൊമോഷൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യൻ ന്യൂസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു വലിയ വിഷയമുണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഉള്ളൊരു ചെറിയ പടിയാണ്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ലിസ്റ്റിംഗ് സീഫിനെ അല്ലെങ്കിൽ ഉൾപ്പെടെ പല വീട്ടിലും ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു എന്നൊക്കെ പല വാർത്തകൾ കൂടിയാണ് കുറെ നേരം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ അറിയാനായിട്ട് പറ്റിയത്. അപ്പം ഇനി പോലും ഞാൻ തന്നെ യഥാർത്ഥ്യം എന്നിട്ട് നമ്മുടെ അങ്ങനെ കുറച്ച് എളുപ്പമുണ്ടാവും. കാരണം അപ്പൊ അതിനൊക്കെ ഒരു തുടക്കമായിക്കോട്ടെ എന്ന് ഓർത്തതാണ് നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ. സോ അതാണ് സംഭവം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഷാജൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സഹോദരൻ സുരാജ് പ്രൊഡ്യൂസറാകുന്ന പ്രത്യേകിച്ച് ഒരു അമ്മയുടെ പേരിൽ മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് പ്രത്യേകിച്ച് ഒരു കലാകാരനെയും ഏതൊരാളെയും ഏറ്റവും വലിയവനാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ അമ്മയുടെ പേരിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ലിസ്റ്റിംഗ് ഒരുപാട് സന്തോഷം. സാധാരണ നമ്മൾ ED എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. പക്ഷേ ഡിസംബർ 20 മുതൽ ED എന്ന വാക്കിനെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. ഈ സിനിമയുടെ ചെറിയ ക്ലിപ്പിംഗ്സ് നമുക്കറിയാം. സുരാജിന്റെ ഒരു പൂന്തുള്ളയാണ് ഈ സിനിമയിലുണ്ട്. തന്നെയല്ല, നാഗേന്ദ്രൻസ് കണിമൺ എന്ന് പറയുന്ന വെബ് സീരീസ് കണ്ടപ്പോൾ സുരാജും ഗ്രേസുമായിട്ടുള്ള കോമ്പിനേഷൻ കിട്ടിലുണ്ട്, ഒരു അടിപൊളിയായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു നല്ല വീണ്ടും ഒരു കോമ്പിനേഷൻ സിനിമകൾ നല്ല ഈ സിനിമ ഒരു ഗംഭീര വിജയമാകട്ടെ. എല്ലാവർക്കും നല്ലത്. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിന്റെ പരിപാടികൾക്കൊക്കെ ഞാനിവിടെ ഉണ്ടാവുന്നത്. ഞാൻ ഗസ്റ്റായിട്ടല്ല വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ED എന്ന സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. എസ്പെഷ്യലി ആമീർ പള്ളിക്കലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ സുരാജേട്ടൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി സുരാജേട്ടൻ്റെ സിനിമകൾ കോമഡി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആരാധനയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെന്നെ ഞെട്ടിച്ചത് ഹെബിൻ ഷൈൻ്റെ ആക്ഷൻ ഹീറോ പിച്ചു. അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഞാൻ എടുത്ത് കാണാറുണ്ട്. ആ ഒരു പോർഷൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഗ്രേസ് ഫാനാണ് ഞാൻ. ജിസിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന പേര് പോലെ തന്നെ ഡീസൻ്റായിട്ട് കാശ് വരട്ടെ. ഒപ്പം ലിസ്റ്റിൽ തിയേറ്റേഴ്സ് വാരിക്കൂട്ടട്ടെ. താങ്ക് യു.